ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പത്തരമാറ്റ സീരിയലിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ കാത്തിരുന്ന് നമ്മുടെ അനിക്ക് അവസാനം ഡിവേഴ്സ് കിട്ടുക കേട്ടോ. ഡിവേഴ്സ്, അതായത് നമ്മുടെ അനാമിക ഒരു ഫ്രോഡാണെന്നും അനാമികക്ക് പല പയ്യന്മാരായിട്ട് ബന്ധമുണ്ടെന്നും ഉള്ള കാര്യങ്ങളെല്ലാം തന്നെ നവീൻ കോടതിയിൽ തെളിവ് സഹിതം സമർപ്പിക്കുകയാണ്. അതിൽ ശരിക്കും കുടുങ്ങിപ്പോവാണ് അനാമിക. ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ. അനാമികയുടെ കാമുകൻ തന്നെ വന്ന് എല്ലാ കാര്യങ്ങളും കോടതിയിലെ ജഡ്ജിയുടെ മുമ്പിൽ പറയുന്നുണ്ട്. ജഡ്ജി പറയുന്നുണ്ട് അനാമിക അടുത്ത്, നിങ്ങൾ എന്താ വിചാരിച്ചത് ഇവിടെ ഇരിക്കുന്നതൊക്കെ മണ്ടന്മാരാണെന്നോ? പെണ്ണുങ്ങൾക്ക് കുറച്ച് മുൻതൂക്കം സമൂഹം കൊടുക്കുന്നുണ്ട്, നിയമം കൊടുക്കുന്നുണ്ട്, അത് മുതലെടുക്കാൻ വേണ്ടിയിട്ടല്ല എന്നിങ്ങനെ പറയാണ്. ഇവർക്കൊരു 10 പൈസ പോലും കൊടുക്കണ്ട, നഷ്ടപരിഹാരമായിട്ട് അനുഭവിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് കോടതി വിധി എഴുതണം. അങ്ങനെ മാത്രമല്ല, അനിക്ക് നമ്മുടെ അനാമികയിൽ നിന്ന് മോചനവും കൂടി കൊടുക്കുകയാണ് നമ്മുടെ ജഡ്ജി. അങ്ങനെ നമ്മുടെ അനിക്ക് വിവാഹമോചനം കിട്ടണം. എനിക്ക് ഭയങ്കര സന്തോഷമാവാട്ടോ. വിവാഹമോചനം കിട്ടിയ ഉടനെ തന്നെ അനി വേഗം തന്നെ നമ്മുടെ നവീനെ കെട്ടിപ്പിടിച്ച് നന്ദി പറയുന്നുണ്ട്. എടാ, നിനക്ക് എന്നെ വിശ്വാസം ഉണ്ടായില്ലല്ലോ, ഞാനിന്ന് കോടതിയിൽ ജയിക്കില്ല എന്നൊക്കെ നിനക്ക് ചെറിയൊരു തോന്നലുണ്ടായിരുന്നല്ലേ. എടാ സോറിടാ, അത് ഞാൻ ആകെപ്പാടെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടാത്തൊരു അവസ്ഥയിലായതുകൊണ്ടാണ് എനിക്ക് അങ്ങനെയൊക്കെ ഒരു തെറ്റിദ്ധാരണ വന്നു പോയത്. എന്നാലും സുഹൃത്ത് ബന്ധത്തിലേക്ക് ഇങ്ങനെ തെറ്റിദ്ധാരണ അത്ര നല്ലതല്ല അനി. പിന്നെ ഇനി ഞാൻ എൻ്റെ ആവശ്യം ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിന്നെ കേസിൽ ജയിപ്പിച്ചു കഴിഞ്ഞാൽ എൻ്റെയും നന്ദുയുടെ വിവാഹത്തിന് മുൻകൈ എടുത്ത് നീ നടത്തിത്തരും എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അതിൻ്റെ അവസരമാണ്, അതായത് നിനക്ക് അവസരമാണ്. ഞാൻ നല്ലൊരു സുഹൃത്താന്ന് തെളിയിച്ചു, കേസ് വിജയിച്ചുകൊണ്ട് ഞാൻ നിന്നെ ജയിപ്പിച്ചെടുത്തു. അതുപോലെ നീ ഇനി തെളിയിക്കാനുള്ള അവസരമാണ്. നീ നല്ലൊരു സുഹൃത്താണെങ്കിൽ എൻ്റെ നന്ദുവിൻ്റെ വിവാഹം നീ മുൻകൈ എടുത്ത് നടത്തി തരണം. എൻ്റെ അമ്മയടുത്ത് അച്ഛനടുത്ത് നീ വന്ന് സംസാരിക്കണം. എന്താ, ഓക്കെ അല്ലേ? എടാ അത് പിന്നെ കൊള്ളാം. അപ്പൊ നീ വാക്ക് മാറ്റാൻ പോവാണല്ലേ? അത് നമുക്ക് എന്താ വെച്ചാ ചെയ്യാടാ. അതെ, നിന്റെ അനാമിക പുറത്ത് നിൽക്കണ്ടേ? എൻ്റെ അനാമികയോ? സോറി, നിങ്ങളിപ്പോ രണ്ട് വ്യക്തികളാണല്ലോ. അവളെ അനാമിക ഫ്രോഡ് അനാമിക പുറത്തുണ്ട്, അവൾക്ക് 2 വർത്താനം പറഞ്ഞിട്ട് വാടാ എന്ന് പറയാണ്. അങ്ങനെ അനാമികയുടെ മുഖത്ത് നോക്കി 2 വർത്താനം പറയുന്നുണ്ട് നമ്മുടെ അനി. എന്തൊക്കെയായിരുന്നു കോടിക്കണക്കിന് രൂപ നഷ്ടപരിഹാരം, കാമുകന്റെ കൂടെ വിദേശത്തുള്ള ഒരു കറക്കം, കാമുകന്റെ കൂടെ വിദേശത്ത് ഫ്ലാറ്റ് എടുത്ത് നിൽക്കല്, എല്ലാം എൻ്റെ വീട്ടുകാരുടെ ചെലവിന്. എന്തായി? 10 പൈസ പോലും കിട്ടിയില്ല. നന്നായി, കടത്തിന് മുകളിൽ കടം കയറി നീയൊക്കെ പോയി ചാവടി എന്ന് പറഞ്ഞിട്ട് അനി സ്ലോ മോഷനിൽ അവിടെ നടന്നു പോവാട്ടോ. അങ്ങനെ അനിക്ക് ഡിവേഴ്സ് കിട്ടി. അങ്ങനെ അനിയുടെ കാര്യം അവിടെ നന്നായിട്ട് നടന്നു. അപ്പൊ ഇനി അടുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ആദർശ്, നമ്മുടെ നാഗേന്ദ്രന്റെ പഴയ കഥകൾ ചെകഞ്ഞെടുക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. നയനയാണെങ്കിൽ പലവട്ടവും മുത്തശ്ശി അടുത്തൊക്കെ മാറി ചോദിക്കുന്നുണ്ട്, മുത്തശ്ശി ശരിക്കുള്ള റീസൺ, എന്തുകൊണ്ടാണ് നാഗേന്ദ്രൻ ഇവിടെ നിന്ന് അടിച്ചു പുറത്താക്കിയത്? നാഗേന്ദ്രൻ കമ്പനിയിൽ നിന്ന്, അതായത് മൂർത്തി ജോലിയിൽ നിന്ന് പുറത്താക്കിയത് ആ നെക്ലസിന്റെ പേരിലാണ്. വീട്ടിൽ നിന്ന് പുറത്താക്കിയത് എന്തിന്റെ പേരിലാണ് മുത്തശ്ശി? പറ മുത്തശ്ശി എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശി വേണ്ട, അത് ഞാൻ ഒരിക്കലും പറയില്ല, എൻ്റെ വായേന്ന് നിങ്ങൾ അറിയാനും പോണില്ല എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി ഒറ്റക്കാലിൽ നിൽക്കുകയാണല്ലോ. പക്ഷെ ഇതിന് പിന്നിൽ വേറെ 2 പേരും കൂടിയുണ്ട്, ജലജ ഒഴിച്ച്. വേറെ ആരുമല്ല, ജലജ മാത്രമല്ല, മറ്റേ നമ്മുടെ ജാനകിയും അതുപോലെ തന്നെ നമ്മുടെ അജയനാണ് ഏറ്റവും വലിയ പങ്കുള്ള കേട്ടോ. പിന്നെ ജാനകിക്കും. കാരണം ജാനകി എന്ന് വെച്ചാൽ സാധാരണ കുടുംബത്തിലെ ഒരു പെൺകുട്ടിയാണ്. പക്ഷെ ദേവ്യാനി അങ്ങനെയല്ല, മൂർത്തീശ്വരരെ പോലെ വലിയൊരു കുടുംബത്തിൽ നിന്ന് വന്നു കയറിയതാണ്. ദേവ്യാനി വിവാഹം കഴിഞ്ഞപ്പോൾ കയ്യിലും കാലിലൊക്കെ ഒരുപാട് സ്വർണ്ണമായിട്ടാണ് ആ തറവാട്ടിലേക്ക് കയറി വന്നത്. ജാനകി സാധാരണ രീതിയിലാണ് ആ കുടുംബത്തിലേക്ക് കയറി വന്നത്. അപ്പൊ ജാനകിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ദേവ്യാനെക്കാളും ഒരുപാട് സ്വർണം ജാനകിക്ക് വേണോന്നുള്ളത്. അതിനു വേണ്ടി മൂർത്തീശ്വരിൽ തരികിട പരിപാടി തക്കിട പരിപാടികളൊക്കെ ജാനകി കാണിക്കുമായിരുന്നു. അപ്പൊ ഇതെല്ലാം കാണിച്ചിട്ട് അവസാനം ഇത് കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പോഴേക്കും നാഗേന്ദ്രൻ ഇത് കണ്ടുപിടിച്ചു. നാഗേന്ദ്രൻ കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പോൾ ജാനകിയും അതുപോലെ തന്നെ അജയനും എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഓൾറെഡി നാഗേന്ദ്രൻ ഒരു ചീത്തപ്പേര് ആയിട്ടുണ്ട് മൂർത്തി ജ്വല്ലറിൽ ആ നെക്ലസ് പോയതിൽ. പിന്നെ അപ്പൊ അതുകൊണ്ട് ഒരു ചീത്തപ്പേര് അയാളെ തലയിൽ എന്തായാലും ഉണ്ടല്ലോ. അപ്പൊ ഈ ചീത്തപ്പേരും കൂടി അയാളെ തലയിൽ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഈ അജയനും ജാനകിയും കൂടി ചേർന്നിട്ട് ഈ മൂർത്തി ജ്വല്ലറിയിലെ ഈ നഷ്ടങ്ങളെല്ലാം ഉണ്ടാക്കിയത്, പൈസയുടെ ആണെങ്കിലും സ്വർണത്തിന്റെ ആണെങ്കിലും എല്ലാം അടിച്ചു മാറ്റിയത് ഈ നാഗേന്ദ്രനാണെന്ന് പറഞ്ഞ് അങ്ങോട്ട് പരുത്താണ്. അപ്പൊ ഇത് നമ്മുടെ ജലജക്കറിയാം. അപ്പൊ ജലജ ചോദിക്കുന്നുണ്ട് നമ്മുടെ ജാനകി എടുത്തും അജയനോടും, അല്ല സത്യം പറഞ്ഞാൽ അത് നാഗേട്ടനല്ല, നിങ്ങളല്ലേ ആ സ്വർണവും പണമൊക്കെ അടിച്ചു മാറ്റിയത്? എടി നീ നല്ല പിള്ളേന്നാവല്ലേ, ആ ഓസ്ട്രേലിയ നെക്ലസ് അടിച്ചു മാറ്റിയത് നീയല്ലേ എടി? നമ്മൾ പരസ്പരം
ഒരുമയോടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പൈസ ഇതുപോലെ തട്ടാം. ഈ കാര്യത്തിൽ നമ്മൾ 3 പേരും ഒറ്റക്കെട്ടായിരിക്കണം. എന്താ, ഓക്കെ അല്ലേ? ആ, ഓക്കെ എന്ന് ജലജയും പറയാണ്. അങ്ങനെ അവർ 3 പേരും കൂടി ചേർന്നിട്ടാണ് നാഗേന്ദ്രനെ കൊടുക്കുന്നത് കേട്ടോ. അത് മാത്രല്ല, ഈ നാഗേന്ദ്രനാണെന്നുണ്ടെങ്കിൽ അവസാനം വീട്ടിലിരിക്കുന്ന സമയത്ത് നാഗേന്ദ്രനെ പുറത്താക്കാനായിട്ട് ഇവർ പ്ലാൻ ഒരുക്കുകയാണ്. അതായത് ഇയാളെ ഇനിയിപ്പോൾ ഇവിടെ ആവശ്യമൊന്നുമില്ല, ഇയാൾ സത്യങ്ങളൊക്കെ മൂർത്തി മുത്തശ്ശിൻ്റെ അടുത്ത് തുറന്നു പറഞ്ഞാലോ എന്നൊരു പേടി അജയനും ജാനകിക്കും ജലജയ്ക്കും ഉണ്ട്. അപ്പം ഇവർ ഒരു കഥ ഉണ്ടാക്കുകയാണ്. നാഗേന്ദ്രൻ നമ്മുടെ ജാനകീനെ കയറി പിടിക്കാൻ പോയി എന്ന് പറഞ്ഞിട്ട് ഒരു ചീത്തപ്പേര്, അതായത് ആങ്ങളെ പെങ്ങളെയും അമ്മേനെയും ഒന്ന് തിരിച്ചറിയാൻ കഴിയാത്തവനാണ് ഈ നാഗേന്ദ്രൻ എന്ന് പറഞ്ഞുണ്ടാക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു കഥ ഉണ്ടാക്കുകയാണ് നമ്മുടെ അജയനും ജാനകിയും അതുപോലെ തന്നെ ജലജയും കൂടി ചേർന്നിട്ട്. ജാനകീനെ കയറി പിടിക്കാൻ നാഗേന്ദ്രൻ ശ്രമിച്ചു എന്നൊരു കഥ, അത് നമ്മുടെ മുത്തശ്ശനെ നല്ല രീതിയിൽ തന്നെ വിശ്വസിപ്പിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇവര്. അപ്പൊ അതുകൂടി കണ്ടിട്ടാണ് നമ്മുടെ മുത്തശ്ശൻ നാഗേന്ദ്രനെ അടിച്ചു പുറത്താക്കണത്. നാഗേന്ദ്രൻ അത്രമാത്രം നാണം കെട്ടു, ചെയ്യാത്ത തെറ്റിനെ അത്രമാത്രം നാണം കെട്ടിട്ടാണ് ആ തറവാട്ടിൽ നിന്ന് ഇറങ്ങി പോവേണ്ടി വന്നത് നാഗേന്ദ്രന്. അതുകൊണ്ട് നാഗേന്ദ്രൻ ഏറ്റവും വലിയ ദേഷ്യം ജലജയുടെ ഉള്ള പോലെ തന്നെ നമ്മുടെ ജാനകിയെടുത്തും അതുപോലെ തന്നെ അജയനോടും ഉണ്ട്. അപ്പൊ ഈ കഥകളൊന്നും തന്നെ നയനയെടുത്ത് ആരും പറഞ്ഞു കൊടുക്കണില്ല. നയന കുറെ പ്രാവശ്യം ചോദിക്കുന്നുണ്ടെങ്കിലും ആരും പറയുന്നില്ല. അവസാനം നയന മുത്തശ്ശിയെടുത്ത് പറയാണ്, ഇനി ആ കഥ പറഞ്ഞു തന്നില്ല എന്നാണെന്നുണ്ടെങ്കിൽ ഞാൻ ഭക്ഷണവും കഴിക്കൂല, വെള്ളവും കുടിക്കൂല, ഒന്നും ചെയ്യില്ല മുത്തശ്ശി, നോക്കിക്കോ, ഞാൻ ഒന്നും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വാശി പിടിച്ചിരിക്കട്ടെ നമ്മുടെ നയന. അപ്പൊ നയനൊക്കെ ഇപ്പൊ ഗർഭിണിയും കൂടിയാണ്, ഇങ്ങനെ വാശി പിടിച്ചിരിക്കാനൊന്നും പാടില്ലല്ലോ, ഭക്ഷണം കഴിക്കാതിരിക്കാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ മുത്തശ്ശി പറഞ്ഞു, ഈ കൊച്ചിൻ്റെ ഒരു കാര്യം ശരി ഞാൻ പറയാം, എല്ലാ സംഭവങ്ങളും ഞാൻ നിന്നോട് തുറന്നു പറയാം, പക്ഷെ ഒരു കാര്യം, ഒരു കാരണവശാലും ഇത് ഞാനാണ് പറഞ്ഞതെന്ന് ഒരിക്കലും ആരും അറിയരുത് എന്ന് പറയാണ്. ഇല്ല മുത്തശ്ശി, ഞാൻ ആർത്തും പറയില്ല, മുത്തശ്ശിയാണ് ഇത് എന്നോട് പറഞ്ഞെന്നുള്ള കാര്യം ഞാൻ ആർത്തും പറയാൻ വേണ്ടി പോകുന്നില്ല എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ മുത്തശ്ശി ഈ സംഭവങ്ങളൊക്കെ തന്നെ നയനെടുത്ത് പറയാട്ടോ. അപ്പം നയനൊക്കെ ആകെ ഷോക്കായി പോവാണ്. നയനെടുത്ത് പറഞ്ഞത് ഇങ്ങനെയാണ്, നമ്മുടെ ജാനകിനെ കയറി പിടിക്കാൻ വരെ ശ്രമിച്ചു നാഗേന്ദ്രൻ, അതിനാണ് അയാൾ അടിച്ച് പുറത്താക്കിയെന്നാണ് പറയണത്. അപ്പം ഈ കാര്യം നമ്മുടെ നയന ആദർശിനോട് പറയുമ്പോൾ ആദർശ് പറയണ്ട്, നാഗേന്ദ്രൻ അങ്ങനത്തെ ഒരു പെണ്ണ് പിടിയനാണെന്ന് എനിക്ക് തോന്നണില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജലജ അപ്പച്ചിയായിട്ട് പിരിഞ്ഞു പോയ സമയത്ത് അയാൾക്ക് വേറെ കുടുംബം അന്വേഷിച്ച് പോവായിരുന്നല്ലോ. അയാളുടെ ഈ 2 മക്കൾക്ക് വേണ്ടിയിട്ടാണ് ജീവിച്ചത്, അബിക്കും അതുപോലെ തന്നെ അവന്തിക്കും വേണ്ടിയിട്ട്. അയാൾക്ക് അങ്ങനെ വേറെ പെണ്ണുങ്ങളുടെ കൂടെ പോകണമെങ്കിൽ അയാൾക്ക് പണവും സ്വർണവും സ്വത്തും എല്ലാം ഇപ്പം ഉണ്ട്. വേറെ ആൾക്ക് എത്രമാത്രം പെണ്ണുങ്ങൾ കിട്ടിയാൽ കാണാനും നല്ല സുന്ദരൻ. അതുകൊണ്ട് അയാളൊരു പെണ്ണുപിടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് അയാളുടെ തലയിലിട്ടേക്കണ കുറ്റമാവാൻ തന്നെയാണ് ചാൻസ്. ഞാൻ പറഞ്ഞില്ലേ, ജാനകി ചെറിയമ്മയും അജയൻ ചെറിയച്ഛനും അതുപോലെ തന്നെ ജലജ അപ്പച്ചിക്കും എന്തൊക്കെയോ വലിയ പ്ലാനിങ് ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കി സത്യങ്ങളൊക്കെ മുത്തശ്ശന് മുമ്പിൽ അറിയിക്കണമെന്ന് പറയാണ്. അങ്ങനെ സത്യങ്ങളൊക്കെ നമ്മുടെ ആദർശ് തെളിയിക്കുകയും ചെയ്യും. നാഗേന്ദ്രനെ കൊണ്ട് തന്നെ നമ്മുടെ ജാനകിയുടെയും അജയന്റെയും ജലജയുടെ മുഖത്ത് ഒരു അടി കൊടുക്കാനുള്ള അവസരം ആദർശ് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും. പിന്നീട് ആദർശ് നാഗേന്ദ്രനൊക്കെ കട്ട കമ്പനി ആവും കേട്ടോ. കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.